നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടി പുക ഉയർന്നു. ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയയാൾക്ക് പരിക്ക്. കല്ലൂരിൽ ബഡ്സ് സ്കൂളിന്റെ വാൻ ഇടിച്ച് ഓട്ടോ മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. വല്ലച്ചിറയിലെ ക്ഷേത്രത്തിൽ നിന്ന് 20 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ക്ഷേത്രത്തിലെ മുൻ പൂജാരി അറസ്റ്റിൽ. പോലീസിന്റെ കരിക്ക് പ്രയോഗം. വെളുത്തൂരിലുള്ള 51-കാരനായ സുനിൽകുമാറിന്റെ 2 വാരിയെല്ലുകൾ പൊട്ടി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ കല്ലീറ്റുങ്കര സ്വദേശിയിൽ നിന്നും 1 കോടി രൂപ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ വഴിയോര കച്ചവടം സജീവം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് കച്ചവടം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടി പുക ഉയർന്നു. ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയയാൾക്ക് പരിക്ക്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടി പുക ഉയർന്നു. കുന്നംകുളത്താണ് സംഭവം. ബസിന് തീ പിടിക്കുന്നുവെന്ന് ഭയന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തു ചാടിയയാൾക്ക് പരിക്കേറ്റു. സംഭവമുണ്ടായത് ഇന്ന് രാവിലെ 8:30യോടെയാണ്. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബ്ലൂ ഡയമണ്ട് എന്ന ബസിൽ നിന്നാണ് പുക ഉയർന്നത്. കുന്നംകുളത്ത് വെച്ചായിരുന്നു സംഭവം. ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനു ശേഷം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കല്ലൂരിൽ ബഡ്സ് സ്കൂളിന്റെ വാൻ ഇടിച്ച് ഓട്ടോ മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ ബഡ്സ് സ്കൂളിന്റെ വാൻ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരായ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. പരിക്കേറ്റ കല്ലൂർ സ്വദേശികളായ യാത്രക്കാരെയും ഓട്ടോ ഡ്രൈവറെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. തൃക്കൂർ പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂൾ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെ കൊണ്ടുവരാൻ പോയ വാനാണ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത്. മുൻപിൽ പോയിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ഇടവഴിയിലേക്ക് തിരിയാൻ ശ്രമിച്ചതോടെ പുറകിൽ വന്നിരുന്ന വാൻ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. വല്ലച്ചിറയിലെ ക്ഷേത്രത്തിൽ നിന്ന് 20 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ക്ഷേത്രത്തിലെ മുൻ പൂജാരി അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് തിരുവാഭരണ സ്വർണം മോഷണം പോയത്. സംഭവത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. മോഷണശേഷം ശ്രീകോവിലിന്റെ വാതിലുകളിലും പടികളിലും പരിസരങ്ങളിലും മഞ്ഞൾപ്പൊടി വിതറിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നത്. പുലർച്ചെ നിലവിലുള്ള പൂജാരി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കാതെ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായി. ഇതോടെ ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് മനസ്സിലാക്കി. തുടർന്ന് ക്ഷേത്രം ജീവനക്കാരെയും പരിസരവാസികളെയും കണ്ടും ചോദിച്ചും മറ്റും അന്വേഷണം നടത്തി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. അന്വേഷണ സംഘം ബിബിനെ വയനാട് മീനങ്ങാടിയിൽ നിന്ന് മീനങ്ങാടി പോലീസിനെ കൂടി സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പോലീസിന്റെ കരിക്ക് പ്രയോഗം. വെളുത്തൂരിലുള്ള 51-കാരനായ സുനിൽകുമാറിന്റെ 2 വാരിയെല്ലുകൾ പൊട്ടി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലുള്ള 51-കാരനായ സുനിൽകുമാറിന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയിട്ട് 1 വർഷത്തിലധികമായി. സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കെല്ലാം നൽകിയ പരാതികൾ വിഫലം.
അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കുംതറ വീട്ടിൽ സുനിൽകുമാറിനെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം 15ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്തിക്കാട് ഇപ്പോഴത്തെ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക് തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. തന്നെ സിഐ വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു എന്നും കരിക്ക് തുണിയിൽ പൊതിഞ്ഞ് 7 തവണ ഇടിച്ചു എന്നുമാണ് പരാതിയിലുള്ളത്. പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ അടക്കം 6 പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 2 വാരിയലുകൾ തകർന്നതായും ശ്വാസകോശത്തിന് തകരാർ വന്നതായും സുനിൽകുമാർ പറഞ്ഞു. മർദ്ദനത്തെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും നീതി കിട്ടാത്തതിലുള്ള നിരാശയിലും ദുഃഖത്തിലുമാണ് സുനിൽകുമാർ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്നും 1 കോടി രൂപ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. കല്ലേറ്റുങ്കര സ്വദേശിയുടെ ചാലക്കുടിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല തവണകളായി 1,06,75,000 രൂപ നിക്ഷേപിപ്പിക്കുകയും പണത്തിന്റെ ലാഭവിഹിതം പിൻവലിക്കാനായി ശ്രമിച്ചപ്പോൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്. കേസിലെ പ്രതിയായ തമിഴ്നാട് കോയമ്പത്തൂർ മരുതൻ നഗർ സ്വദേശി സഞ്ജയ് എസ് എന്നയാളെ തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ വഴിയോര കച്ചവടം സജീവം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് കച്ചവടം നടക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രത്തിനടുത്തുള്ള ചില വ്യാപാരികളാണ് നടപ്പുരയിലേക്ക് കയറി നിന്ന് പ്ലാസ്റ്റിക് പാത്രങ്ങളും സഞ്ചിയും അടക്കം വിൽപ്പന നടത്തുന്നത്. സ്ത്രീകളടക്കം 10ഓളം പേരാണ് സംഘത്തിലുള്ളത്. ഇവർ നടപ്പുരയിൽ നിൽക്കുമ്പോൾ ഭക്തർക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദങ്ങളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള സഞ്ചിയും പായസം വാങ്ങിക്കുന്നതിനുള്ള പാത്രങ്ങളുമാണ് വിൽക്കുന്നത്. ദേവസ്വം നേരിട്ട് ഇത്തരം സാധനങ്ങൾ വിൽക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് വാങ്ങാതെ പോകുന്നവരെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ഇവ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെ മറികടന്നാണ് ചില വ്യാപാരികൾ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്. ഭക്തർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും കച്ചവടക്കാർ ഓടിയെത്തും. ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ നിർബന്ധിക്കും. വാങ്ങാതെ പോയാൽ പുറകെ കൂടും. ഭൂരിഭാഗം പേരും ശല്യം സഹിക്കാനാകാതെ എന്തെങ്കിലും വാങ്ങിക്കും. പ്രായമായവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഇവരുടെ സമീപനം. ഇവർക്കെതിരെ വലിയ വിഭാഗം വ്യാപാരികളും രംഗത്തുണ്ട്. ഇത്തരക്കാരെ നിയന്ത്രിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 70 രൂപ കൂടി ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടി പുക ഉയർന്നു. ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയയാൾക്ക് പരിക്ക്. കല്ലൂരിൽ ബഡ്സ് സ്കൂളിന്റെ വാൻ ഇടിച്ച് ഓട്ടോ മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. വല്ലച്ചിറയിലെ ക്ഷേത്രത്തിൽ നിന്ന് 20 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ക്ഷേത്രത്തിലെ മുൻ പൂജാരി അറസ്റ്റിൽ. പോലീസിന്റെ കരിക്ക് പ്രയോഗം. വെളുത്തൂരിലുള്ള 51കാരനായ സുനിൽകുമാറിന്റെ 2 വാരിയലുകൾ പൊട്ടി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്നും 1 കോടി രൂപ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ.
ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ വഴിയോര കച്ചവടം സജീവം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് കച്ചവടം നടക്കുന്നത്. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.